प्यारे बच्चों सालम ऑनलाइन हिंदी क्लास में सबका स्वागत करता हूं। बच्चों എല്ലാ മക്കളും അടിപൊളിയല്ലേ? യെസ്, നമുക്കിനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ മിഡ് ടേം എക്സാം അഥവാ ക്രിസ്തുമസ് പരീക്ഷയ്ക്ക് വേണ്ടി. റെഡിയല്ലേ? എന്തെല്ലാമാണ് നമുക്ക് 6ാം തരത്തിൽ പഠിക്കാനുള്ളത്? യെസ്, ഓണപരീക്ഷയൊക്കെ നല്ല സെറ്റായി എൻ്റെ എല്ലാ മക്കളും എഴുതി കഴിഞ്ഞു. എന്നാൽ അതുപോലെ വളരെ ലളിതമായിട്ട് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്, എങ്ങനെ പഠിക്കണം എന്നുള്ളതൊക്കെയാണ് മാഷി ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ മക്കളും കൃത്യമായിട്ട് ശ്രദ്ധിച്ചോളൂ. നമുക്ക് നോക്കാം. യെസ്, നമുക്ക് അഡീഷണൽ ആയിട്ട് പഠിക്കാനുള്ള നമ്മുടെ ചാപ്റ്റേഴ്സ് ആണ് 3-4 യൂണിറ്റുകൾ. ഒന്നാമത്തേതും രണ്ടാമത്തേതും നമ്മൾ ആദ്യത്തെ ഓണപരീക്ഷയ്ക്ക് വേണ്ടി നല്ല അടിപൊളിയായിട്ട് പഠിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് 3ഉം 4ഉം കൂടി സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് ഇയർലി എക്സാം നല്ല അടിപൊളിയായിട്ട് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? റെഡി അല്ലേ? യെസ്. അപ്പൊ നമുക്ക് 3ാമത്തെ യൂണിറ്റിൽ ഇൻസാനിയത് കി മിസാൽ എന്നുള്ള ഒരു സമാചാർ പാഠഭാഗം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ദോ ബായി എന്നുള്ള ഒരു കഹാനി, 2 പാഠഭാഗമാണ് 3ാമത്തെ യൂണിറ്റിൽ ഉള്ളത്. നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്യും, സെറ്റാക്കും. അതേപോലെ 4ാമത്തെ യൂണിറ്റിൽ നന്ന ഉല്ലു എന്നുള്ളൊരു കഹാനി, ബബുവ ഓർ ബൂഡ എന്നുള്ളൊരു കവിത. സെറ്റല്ലേ? അപ്പൊ നമുക്ക് ടോട്ടലി 2 കഹാനിയാണ് 3-4 യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതേപോലെ ഒരു കവിതയും ഒരു സമാചാർ, ഒരു പത്രവാർത്തയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഈ പാഠഭാഗങ്ങളൊക്കെ നല്ല സെറ്റ് ആക്കിയിട്ട് നമ്മുടെ കോണ്ടന്റ് വീഡിയോയും നമ്മുടെ ലൈവുകളൊക്കെ എൻ്റെ എല്ലാ മക്കളും കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പാഠഭാഗത്തിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും നമുക്ക് വരേണ്ടതില്ല എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? യെസ്. ഇനി എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത്, ഏത് ടൈപ്പാണ് നമുക്ക് ഇത്തരത്തിൽ ഇതുവരെയുള്ള വർഷങ്ങളിൽ ആവർത്തിച്ചു വന്ന ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് നോക്കാം. നോക്കൂ, ഇതേപോലെ ഒരു ചോദ്യം നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ നമുക്ക് കാണാം. ഗണ്ട് പടേ ഓർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖിയേ. ഗണ്ണിക വായിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. ചോദ്യങ്ങൾക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾക്കുള്ള എന്ത് കണ്ടെത്തണം, ഉത്തരം കണ്ടെത്തണം. അപ്പൊ ഒരു ഖണ്ഡിക തരും അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് തരും. ആ പാരഗ്രാഫിൽ നിന്നും താഴെ ചോദ്യങ്ങൾ ചോദിക്കും. ABC എന്ന് പറഞ്ഞിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക. അതിനുള്ള ഉത്തരം നമ്മൾ എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. അപ്പൊ ചോദ്യങ്ങൾ അതിലുണ്ടാകും, ഉത്തരങ്ങൾ ആ പാരഗ്രാഫിൽ ഉണ്ടാകും. അത് നമ്മൾ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മൾ 1-2 മാതൃകയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? പിന്നെ നമുക്ക് വരുന്ന മറ്റൊരു ചോദ്യമാണ് ചിത്രദേക്കേ. അല്ലെ, ചിത്രം നോക്കിയിട്ട് ചിത്രം നോക്കിയിട്ട് നമ്മളോട് എന്ത് പറയടാ, ചിത്രം നോക്കിയിട്ട് നമ്മൾ എന്താ ഐഡന്റിഫൈ ചെയ്യണം, പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം അഥവാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മളോട് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു ഗതിവിധി ഉണ്ടായിരിക്കും. ഉറപ്പായിട്ട് നമ്മളോട് ചോദിക്കുന്ന ഒരു ഗതിവിധിയാണ് ഇത്. ചിത്രം നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. അപ്പൊ 2 നമ്മൾ സിമ്പിൾ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ അല്ലേ? ഇനി നമ്മളോട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് കവിതാംശ് പടേ ഓർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖിയേ. ഇതുവരെയുള്ള എല്ലാ പരീക്ഷ പേപ്പറിലും വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. കവിത തരും, 4 അല്ലെങ്കിൽ 8 വരെയുള്ള ഒരു കവിത തന്നിട്ട് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട് ചോദിക്കും. ചോദ്യം അതേപോലെ ഉത്തരം നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. അപ്പൊ ആ കവിത വായിക്കുക, ആ കവിത നല്ല രീതിയിൽ വായിച്ച് നോക്കിയിട്ട് അതിൽ നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്താൽ മതി, സിമ്പിൾ ആയിട്ട് ഉത്തരം കണ്ടെത്തിയാൽ മതി. ഓക്കെ അല്ലേ? റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നീട് നമുക്ക് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും ചിത്രദേക്കേ ഓർ ക്രമബന്ധ് കരേ. ചിത്രങ്ങൾ ഇങ്ങനെ തരും. ചിത്രം എന്ത് ചെയ്യും, നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിത്രങ്ങൾ തരും. ചിത്രം നോക്കാം. ചിത്രദേക്കേ, ചിത്രം നോക്കൂ. എന്നിട്ടോ ക്രമബന്ധ് കരേ. അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 4 ഒരു കള്ളിയിൽ എന്ത് ചെയ്യും, 4 ടൈപ്പില് ഓരോ കള്ളിയിലും ചിത്രങ്ങൾ ഇങ്ങനെ തരും. ഒരു എക്സാമ്പിൾ മാഷ് കാണിച്ചിട്ട് അതിൽ ABCD ഈ ടൈപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ചിത്രങ്ങൾ തരും. അപ്പൊ Aയിലൊരു ചിത്രം ഉണ്ടായിരിക്കും, Bയിലൊരു ചിത്രം ഉണ്ടായിരിക്കും, Cയിലൊരു ചിത്രം ഉണ്ടായിരിക്കും, Dയിലൊരു ചിത്രം ഉണ്ടായിരിക്കും. ഇത് ക്രമം തെറ്റിച്ചായിരിക്കും. ഇതിപ്പോ BDCA എന്നുള്ള രൂപത്തിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ തന്നേക്കാം. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ക്രമമായിട്ട് ആ ചിത്രം എന്ത് ചെയ്യണം, ക്രമമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ക്രോഡീകരിച്ച് എഴുതുക എന്നുള്ളതാണ്. അപ്പൊ ആ ചിത്രങ്ങൾ, അപ്പൊ ആദ്യം ഓരോ ചിത്രങ്ങൾ, ഒരു ചിത്രത്തിന്റെ തുടർച്ചയാകണം അടുത്ത ചിത്രത്തിന്റെ തുടർച്ചയാവണം അടുത്തത്, അങ്ങനെ 4 ചിത്രങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരേ രീതിയിൽ ഒരു ക്രമമായിട്ട്, അതൊരു ക്രമമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് തിരിച്ചറിഞ്ഞ് അതിനെ ക്രമമാക്കി കളയണം എന്നുള്ളതാണ്. ക്രമമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ചിത്രീകരിക്കണം. ഓക്കെ ആണോ? അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ചോദ്യവും ഈ വരുന്ന നമ്മുടെ ക്രിസ്തുമസ് എക്സാമിൽ നമുക്ക് എന്ത് ചെയ്യും, ചോദിച്ചു.
ഓക്കെ അല്ലേ? സെറ്റ് ആയിട്ട് നമുക്ക് എഴുതി കൂടെ. അപ്പൊ ഏതെല്ലാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരിക്കൽ കൂടി എന്റെ മക്കൾ ശ്രദ്ധിച്ചോ. ഗണ്ട് ബഡേ ഓർ പ്രശ്നോ കെ ഉത്തർ ലിഖേ. ഗണ്ണിക വായിച്ചുകൊണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട് ചോദിക്കും. ചിത്ര ദേഖേ, ചിത്രം നോക്കിയിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട് പറയും. കവിത വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട് പറയും. അതേപോലെ ചിത്രം നോക്കിയിട്ട് അതിനെ ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ടും നമ്മളോട് എന്ത് ചെയ്യും, ചോദിക്കും. ഓക്കെ ആണോ? അപ്പൊ ഇത് ഷുവർ ആയിട്ട് നമ്മളോട് ചോദിക്കും. നമ്മുടെ ചോദ്യ പേപ്പറിൽ കാണുന്ന ചോദ്യങ്ങളാണ്. എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ എല്ലാ മക്കളും കൃത്യമായിട്ടൊരു ഒരു ഷെഡ്യൂളൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പോൾ തന്നെ പഠിച്ച് തയ്യാറായി തുടങ്ങുക. ഒരു ടെൻഷനും ഒരു മക്കൾക്കും വേണ്ട. സിമ്പിൾ ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സൈലൻ നിങ്ങളോടൊപ്പം ഉണ്ട്. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ ചോദ്യങ്ങളും എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്, എങ്ങനെയാണ് ചോദ്യങ്ങളുടെ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തുന്നത് എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് ഇനി വരുന്ന എല്ലാ ലൈവുകളിലും കോണ്ടന്റുകളിലും ഒക്കെ നിങ്ങളോടൊപ്പം സാറുണ്ടാകും. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. കൃത്യമായിട്ട് നിങ്ങളൊരു പ്ലാൻ ചെയ്ത് നമ്മുടെ ക്ലാസ് കാണുക. അതിനു വേണ്ടി പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നല്ല ഭംഗിയായി നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. നല്ല അടിപൊളിയായിട്ട് മനസ്സിലാക്കുക. സെറ്റായിട്ട് നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ വരുന്ന ക്രിസ്മസ് പരീക്ഷയിൽ ഫുൾ മാർക്ക് നമുക്ക് നേടാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇതിന്റെ മറ്റു വിശേഷങ്ങളൊക്കെ ഇനി എന്തെല്ലാം പഠിക്കണം, ഇത് ഓരോന്നുമായിട്ടുള്ള വീഡിയോയുമായിട്ടൊക്കെ മാഷി വരും. ലൈവിലും അതേപോലെ കോണ്ടന്റ് വീഡിയോ ഒക്കെ ആക്കിയിട്ടൊക്കെ അപ്ലോഡ് ചെയ്യും. എല്ലാ മക്കളും കൃത്യമായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. എല്ലാ മക്കൾക്കും നന്ദി. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.